الله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളും സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അവൻ്റെ മർഹമത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ഷിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മളുടെയും ഒക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുകയും പ്രയാസങ്ങൾ നീക്കിത്തരികയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലെ ദീനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് അവൻ്റെ സാമ്പത്തിക മേഖല. ഒരിക്കലും നമുക്ക് അതിനെ തൊട്ടും കണ്ണടച്ച് അശ്രദ്ധയിലായി കഴിയൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. നമുക്ക് ജീവിക്കാൻ പണം വേണം, സമ്പാദ്യം വേണം, ക്രയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഉപാധികൾ വേണം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. നമസ്കാരത്തിനെ കുറിച്ചുള്ള പഠനം പോലെ, മറ്റു അമലുകളെക്കുറിച്ചുള്ള പഠനം പോലെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസിനികളും പഠിക്കലും മനസ്സിലാക്കലും അമൽ ചെയ്യലും ഒരു ഘട്ടത്തിലെങ്കിലും ഫർദ് ഐനായിട്ട് മാറും. കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മസാലകൾ പഠിക്കൽ ഫർദ് ഐനാണ്. കച്ചവടം ചെയ്യുന്നില്ലെങ്കിൽ ഫർദ് കിഫായ എങ്കിലും വരും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ചർച്ചകളും നമ്മുടെ പഠനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പൊതു സംസാരങ്ങളും ഒക്കെ ചില പ്രത്യേക മേഖലകളെ മാത്രം സ്പർശിച്ചു കൊണ്ടുള്ളതായി പോകുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസമുണ്ട്. പ്രാസംഗികരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഖത്തീബുമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സൗകര്യം എന്ന് പറയുന്നത് സുപരിചിതമായ വിഷയങ്ങൾ സംസാരിക്കുകയാണ്. അതിലൊരു തർക്കമില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയം. പിന്നെ കുറച്ചും കൂടി സെൻസിറ്റീവായ വിഷയം, വൈകാരികമായ വിഷയങ്ങൾ, ആവേശമുണർത്തുന്ന വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഒരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം. അത് ഏത് തലത്തിലുള്ളതാകട്ടെ, മതപരമായതാകട്ടെ, രാഷ്ട്രീയപരമായതാകട്ടെ, ഖത്തീബുമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് സുപരിചിതമായ വിഷയങ്ങൾ, അവരെ കൂടുതൽ വൈകാരികമായി സ്പർശിക്കുന്ന മേഖലകളൊക്കെ പറഞ്ഞു പോകലാണ് ഒരു ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പവും. എന്നാൽ അതുകൊണ്ടുള്ള പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയപ്പെട്ട വലിയൊരു ഭാഗം മുഅ്മിനീങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ ഈ ഭാഗങ്ങളൊന്നും കുറിച്ചുള്ള ചർച്ചകൾ അസ്തമിച്ചിട്ട് അതിൻ്റെ ദീനീയായ ഹുക്കുമുകൾ പോലും അറിയാത്തൊരു പശ്ചാത്തലത്തിലേക്ക് ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ
നമ്മൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ഈ വിഷയം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ആമുഖമായി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ, അതൊരു മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്ന പോലെ ഒരു ആവേശപ്രസംഗവും വൈകാരിക തലൊന്നും ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്കിന് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കച്ചവടമാണ്, സമ്പത്താണ്, ഇടപാടാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ നമ്മളൊന്ന് ക്ഷമിച്ച് നമ്മളത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സമ്പാദ്യം നമുക്ക് ഹലാലാക്കാൻ വേണ്ടി പറ്റും. കുറേ ഇബാദത്തുകൾ ചെയ്തിട്ട് അതിൽ സാമ്പത്തികം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, വലിയ പ്രയാസമായിരിക്കും. നമ്മൾ ഈ ഇട്ട വസ്ത്രവും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മൾ ജീവിക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന വീടൊക്കെ അത് സമ്പാദ്യവുമായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. അതിൻ്റെ ഓരോ മേഖലകൾ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നു പോകും. എന്തായാലും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, പറയാനും കേൾക്കാനും അമലിൽ കൊണ്ടുവരാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ റഹിമഹുല്ല എന്ന വലിയ പണ്ഡിതനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ പല വിഷയങ്ങളിലും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആത്മീയതയുടെ വിഷയത്തിൽ, തസവുഫിന്റെ വിഷയത്തിൽ, സ്പിരിച്വാലിറ്റിയുടെ വിഷയത്തിൽ നിങ്ങൾ ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ട് കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം എഴുതിക്കൂടെ എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നാട്ടിലെ ആളുകളൊക്കെ ചോദിക്കുകയുണ്ടായി. ഹല്ല കതബ്ത കിതാബൻ ഫിൽ തസവുഫി, തസവുഫിന്റെ വിഷയത്തിൽ നിങ്ങൾക്കൊരു ഗ്രന്ഥം രചിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. ആത്മീയത എന്താണെന്ന് നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മറുപടി വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്നി സന്നഫ്തു കിതാബൻ ഫിൽ ബൈഇ. നിങ്ങൾ ചോദിച്ചത് ആത്മീയതയുടെ വിഷയത്തിൽ ഗ്രന്ഥം രചിക്കുന്നില്ലേ എന്ന് ആണല്ലോ നിങ്ങളുടെ ചോദ്യം. തീർച്ചയായും ഞാൻ കച്ചവടത്തിന്റെ വിഷയത്തിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും തമ്മിൽ ബന്ധം? കച്ചവടത്തിന്റെ വിഷയത്തിലെ ഗ്രന്ഥത്തിൽ എന്താണ് ഹലാല്, എന്താണ് ഹറാമ്, എങ്ങനെ കൊടുക്കണം, എങ്ങനെ വാങ്ങണം, എന്ത് കൊടുക്കണം, എന്ത് വാങ്ങണം, എന്ത് കൊടുക്കരുത്, എന്ത് വാങ്ങരുത്, വാങ്ങുമ്പോഴുള്ള മര്യാദ എന്ത്, ഇത് ഒരാൾ സൂക്ഷിച്ചാൽ തന്നെ അവനാണ് സൂഫി. ആ മര്യാദകൾ ഒരാൾ പാലിച്ചാൽ അവനേക്കാൾ വലിയ ആധ്യാത്മികമായ വ്യക്തി ഈ ഭൂമിയിൽ പിന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പൊ ഇതൊന്നുമല്ലാത്ത മറ്റെന്തോ വിചിത്രമായ നിഗൂഢമായ സംഗതികളാണ് ആത്മീയതയെന്നും ദീനെന്നും തസവുഫ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ്, ദീനിന്റെ പ്രശ്നമല്ല. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബിൽ നമ്മൾ ഒരുപാട് ആദാബുകൾ പറഞ്ഞു. അല്ലാഹു നമുക്കത് അമൽ ചെയ്യാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ തുടർച്ചയോണം നമ്മൾ പോവുകയാണ്. കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കച്ചവടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സമ്പാദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആദാബ് എന്ന് പറയുന്നത് അൽ അമാനത്തു ഫിൽ ബൈഇ വശിറാ. കൊടുക്കലിലും വാങ്ങലിലും നമ്മൾ വിശ്വസ്തത പുലർത്തണം. ഒരു മുഅ്മിന്റെ ഐഡന്റിറ്റിയാണ് വിശ്വസ്തത. ഞാൻ പണം കൊടുത്താൽ കൊടുക്കുന്നത് ഞാൻ അതിൽ വിശ്വാസത കാണിക്കണം, അവനെ പറ്റിക്കാൻ വേണ്ടി പാടില്ല. സാധനം തരുന്നാൾ അയാൾ എന്നെയും പറ്റിക്കാൻ വേണ്ടി പാടില്ല. ഇതിന് വലിയ കച്ചവടങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ തലങ്ങളിലേക്ക് നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഈ വിശ്വാസത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ അമാനത്ത് എന്ന് പറയുന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ വഞ്ചനയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ മുഅ്മിൻ എന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ നമുക്ക് സംശയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന എന്ന് പറയുന്നത് മുനാഫിഖിന്റെ ലക്ഷണമായിട്ടാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടത്തിലുള്ള അമാനത്തിനെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ ഒരു വലിയ ഗുണപാഠമുള്ള ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും വലിയൊരു ഭൂമി കൈവശം വാങ്ങി, വലിയ പണം കൊടുത്തിട്ട് ആ ഭൂമി തൻ്റെതാക്കി മാറ്റി. അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞു അവർ പിരിഞ്ഞുപോയി. ഈ വാങ്ങിയ വ്യക്തി പിന്നീട് അതിൽ കൃഷി ചെയ്യാനോ മറ്റോ ഭൂമിയെ കിളക്കുന്ന സന്ദർഭത്തിൽ ആ ഭൂമിന്റെ ഉള്ളിൽ ഒരു മൺഭരണി അദ്ദേഹത്തിന് കിട്ടി. ജറത്തുൻ ഫീഹാ ദഹബുൻ. ആ മൺഭരണി തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരുപാട് സ്വർണ്ണ നാണയം. നമ്മളാണെങ്കിൽ സന്തോഷിച്ച് ആഹ്ലാദിച്ച് കിട്ടിയല്ലോ, കാരണം ഭൂമി വാങ്ങി, അതിൻ്റെ ഉള്ളിൽ മൺഭരണി, അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണ നിധിയാണത്. ഇദ്ദേഹത്തിന് ആകെ ബേജാറായി. ഇദ്ദേഹം എന്താ ചെയ്തത്? അയാൾ ഭൂമി വിറ്റ ആളുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഈ സ്വർണം നിങ്ങൾ എടുത്തോ, ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഭൂമിയാണ് വാങ്ങിയത്. ഞാൻ ഇതിന്റെ അകത്തുള്ള ഈ പറഞ്ഞപ്പെട്ട സ്വർണം ഞാൻ വാങ്ങിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ പിതാവ് കുഴിച്ചിട്ടതായിരിക്കാം, നിങ്ങളുടെ വല്യപ്പ നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് വേണ്ടി കുഴിച്ചിട്ട നിധിയായിരിക്കാം, ഇത് ഒരിക്കലും എനിക്ക് അവകാശപ്പെട്ടതല്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ സൂക്ഷിച്ച് തിരിച്ചെടുത്തു കൊള്ളുക എന്ന് ഈ വാങ്ങിയ വ്യക്തി പറഞ്ഞപ്പോൾ വിറ്റാൾ അതിനേക്കാൾ മാന്യത കാണിച്ചു. അങ്ങനെയല്ലോ, മാന്യത കാണിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ മാന്യത അങ്ങോട്ട് കാണിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ബിഅ്തുകൽ അർള വമാ ഫീഹാ. ഞാൻ ഭൂമി മാത്രമല്ല വിറ്റത്, അതിലുള്ള എല്ലാം നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു. രണ്ടാളും ഒരു എഗ്രിമെന്റിൽ എത്താൻ തയ്യാറാകുന്നില്ല. എന്തിന്? തനിക്ക് കിട്ടാനല്ല, ഇത് നീ എടുക്കണമെന്ന് വാങ്ങിയവൻ നീ എടുക്കണമെന്ന് വിറ്റവരും എന്ത് ചെയ്യും?
അങ്ങനെ ഇവർ രണ്ടാളും മധ്യസ്ഥം പറയുന്നതിന് വേണ്ടി നാട്ടിൽ അറിയപ്പെടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ പോയി വിഷയം അവതരിപ്പിച്ചു. ഫതഹാകമ ഇലാ റജുലിൻ, അദ്ദേഹം ചോദിച്ചു അലക്കുമാ വലതുൻ, കാരണം ഇവർ രണ്ടാളും ഈ വിഷയത്തിന് തീരുമാനമാക്കണമല്ലോ. അവരോട് ചോദിച്ചു നിങ്ങൾക്ക് രണ്ടാൾക്കും മക്കളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്കൊരു ആൺകുട്ടിയുണ്ട്, മറ്റേ ആൾ പറഞ്ഞു എനിക്കൊരു പെൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ മകളെ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ മകളെ ഈ ഇദ്ദേഹത്തിന്റെ മകനാകുന്ന ചെറുപ്പക്കാരങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ സമ്പത്തുണ്ടല്ലോ, ഈ നിധി ഉണ്ടല്ലോ, ഈ സ്വർണ്ണം ഉണ്ടല്ലോ, അതിനെ മുഴുവൻ ഇവർ രണ്ടുപേർക്ക് കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ സ്വതക്ക ചെയ്യുകയും ചെയ്യുക എന്ന് ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ നമുക്ക് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് മുഅ്മിനീങ്ങളുടെ അമാനത്ത്. സത്യത്തിൽ ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് പ്രകാരം അങ്ങനെ വന്നാൽ ഒരു ഭൂമി വിറ്റാൽ അവിടെ ഒരു മരമുണ്ടെങ്കിൽ ആ മരം എനിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ വിൽക്കുമ്പോൾ അത് മൊത്തത്തിലാണല്ലോ വിൽക്കുക. പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ചിന്തയാണ് പഠിച്ചവനെ അയാൾ ഭൂമി മാത്രമാണല്ലോ വിറ്റത്, അപ്പൊ ഇതെനിക്ക് അവകാശപ്പെട്ടതല്ലോ എന്നുള്ള ചിന്ത വാങ്ങിയവനെ സംബന്ധിച്ചിടത്തോളം അയാൾ അലട്ടി. വിറ്റവനെ സംബന്ധിച്ചിടത്തോളം ചിന്ത എന്തായിരുന്നു, ഞാൻ ഭൂമി വിറ്റു എന്ന് പറഞ്ഞാൽ ആ ഭൂമിന്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടാകും, എനിക്ക് പെട്രോളിയം കിട്ടി, ആ പെട്രോളിയം എനിക്ക് തിരിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ, അതും അയാൾക്ക് അവകാശപ്പെട്ടതല്ലേ. ആ നിലക്ക് അയാൾ ചിന്തിച്ചപ്പോൾ രണ്ടുപേരും ഖൈറിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു. ആർക്കാണ് നന്മ കിട്ടേണ്ടത് എന്ന നിലക്കുള്ള മത്സരമായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കച്ചവടത്തിൽ നമ്മൾ വിശ്വസ്തത കാണിക്കണം. നമ്മൾ പേപ്പറുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ, എഗ്രിമെന്റുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ, കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ, സ്ഥലത്തിന് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ, ഒരു ഏക്കർ കാണിച്ചിട്ട് അതിനേക്കാൾ താഴെയുള്ള നമ്മൾ വിൽപ്പന നടത്തുക. നമുക്കറിയാലോ നമ്മുടെ ഇടപെടലുകളിൽ എന്തൊക്കെ പറ്റിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതുണ്ടാകാൻ വേണ്ടി പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ആദാബ് എന്ന് പറയുന്നത് വദഉൽ ജവാഇഹി. എന്താണ് വദഉൽ ജവാഇഹ് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇടപാടൊക്കെ നടത്തി, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാറ് ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ അത് കൈപ്പറ്റുന്നതിന് മുമ്പായി, എൻ്റെ കയ്യിലേക്ക് ആ വാഹനം കിട്ടുന്നതിന് മുമ്പ് പേപ്പറൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞു, സൈൻ ചെയ്യുകയൊക്കെ ചെയ്തു, പൈസ ഒക്കെ കൊടുത്തു, കാറ് എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല, താക്കോല് മാത്രമേ തന്നിട്ടുള്ളൂ. അതിനു മുമ്പ് കാറ് കത്തി നശിച്ചു പോയി. എൻ്റേതല്ലാത്ത കാരണത്താൽ ആ കാറ് കത്തി നശിച്ചു. അല്ലെങ്കിൽ വലിയൊരു തോട്ടം ഞാൻ വാങ്ങി, അതിൻ്റെ എല്ലാ പേപ്പറൊക്കെ ക്ലിയർ ആയി സൈൻ ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ഞാൻ അടുത്ത മാസം വന്നിട്ട് കൃഷി തുടങ്ങും. അതിനു മുമ്പായി ആ തോട്ടത്തിലുള്ള എല്ലാ ഫലങ്ങളും ശക്തമായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി, അല്ലെങ്കിൽ ഇടിമിന്നലിൽ കത്തിപ്പോയി, അല്ലെങ്കിൽ ഒരു കൂട്ടം പറവകൾ വന്നിട്ട് അതിനെ തിന്ന് നശിപ്പിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്തുക്കൾ വന്ന് അതിനെ ഇല്ലായ്മ ചെയ്തു. നമ്മളിതിനെ പാൻഡമിക് എന്നൊക്കെ പറയുന്നത് കാലവിപത്ത് എന്ന് പറയും. കാലവിപത്ത് കൊറോണ സമയത്ത് നമ്മളത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു മുസ്ലിം ചെയ്യേണ്ട നടപടി? രണ്ട് രീതിയാണ്. ഞാൻ നിനക്ക് വിറ്റല്ലോ, നീ പേപ്പർ സൈൻ ചെയ്തു, അതുകൊണ്ട് ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് നിനക്ക് പറയാം, അവകാശമുണ്ട്. കാരണം ഒപ്പിട്ട് കഴിഞ്ഞാൽ, പണം വാങ്ങിക്കഴിഞ്ഞാൽ, നീ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ മിൽക്കിയത്തിലേക്ക്, നിന്റെ അധീനതയിലേക്ക് അത് വന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു മാന്യതന്റെ, മനുഷ്യത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇയാളുടേത് അല്ലാത്തൊരു കാരണത്തിന്റെ പേരിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാർ സ്വയം കത്തി നശിച്ചു. ബാറ്ററി കാറൊക്കെ നമ്മളിങ്ങനെ കത്തുന്ന രംഗങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഒരു തോട്ടം കംപ്ലീറ്റ് കത്തി നശിച്ചു. ലോക്ക്ഡൌൺ വന്ന് അയാൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കടകളൊക്കെ പൂട്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഇതുപോലെ ഒരു സഹോദരന് പഴങ്ങൾ വിറ്റു, ആ പഴങ്ങൾ അവന് ഉപയോഗിക്കാൻ പറ്റുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കാലവിപത്ത് കൊണ്ട് അത് നശിച്ചു പോയാൽ ഫലാ യഹില്ലു ലക അൻ തഅഖുദ മിൻഹു ഷൈആ, അതിന്റെ പകരം നിനക്ക് ലാഭം വാങ്ങാൻ, പണം വാങ്ങാൻ നിനക്ക് അനുവാദമില്ല. എങ്ങനെ വാങ്ങിക്കും? നബി തങ്ങൾ ചോദിച്ചു, ബിമ തഅഖുദു മാല അഖീക ബിഗൈരി ഹഖിൻ, അന്യായമായിട്ട് നിനക്ക് അങ്ങനെ തിന്നാൻ വേണ്ടി പറ്റും? നമ്മളവിടെ പറയുന്ന ന്യായം ഞാൻ വിറ്റല്ലോ എന്നാണ്. ആ ഒരു എഴുത്തിന് മുമ്പും ഇതെന്റെ സ്ഥലമാണല്ലോ, എന്റെ കയ്യിലാണല്ലോ ഇതുള്ളത്, അവിടെ വെച്ചാണ് ഈ പറയപ്പെട്ട പോലെ ഒരു പേമാരി പെയ്യുന്നത്, മൊത്തം നശിക്കുന്നെങ്കിൽ ഞാൻ എന്താ അവിടെ പറയാ? അള്ളാന്റെ ഖദാ, അള്ളാന്റെ തഖ്ദീർ, അള്ളാഹു തീരുമാനിച്ചതാണ്, ഞാൻ ക്ഷമിക്കുന്നു. അവിടെ എനിക്ക് നഷ്ടമുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ആ മനുഷ്യൻ അവിടെ തൻ്റെതായ ബോർഡ് വെച്ചിട്ടില്ല, തൻ്റെതായ അധികാരം കാണിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പേ അയാളുടെ പ്രവർത്തനത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഇടപെടൽ ഉണ്ടായി, അതിന് കംപ്ലീറ്റ് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയും മാന്യതന്റെ സ്വഭാവം, സുന്നത്തായ കാര്യം ആ സമ്പത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ.
അല്ലെ? ലോക്ക്ഡൌൺ ഒക്കെ വന്ന സന്ദർഭത്തിൽ ചില ആളുകൾ മാന്യത കാണിച്ചിട്ടുണ്ട്. കട തുറക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. ഈ കച്ചവടം ചെയ്യാതെ ഇവൻ എങ്ങനെ വാടക കൊടുക്കും? എങ്ങനെയാണ് വാടക കൊടുക്കുക? ചില ആളുകൾ കുറച്ചു കൊടുത്തിട്ടുണ്ട്, ആ വാടകയിൽ കുറച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ള് തരണ്ട, എനിക്കും ജീവിക്കണമല്ലോ, എൻ്റെ പകുതി തന്നാൽ മതി, അല്ലെങ്കിൽ മൂന്നിലൊന്നും തന്നാൽ മതി. ചില മനുഷ്യന്മാർ അതുപോലും പരിഗണിച്ചിട്ടില്ല. ലോക്ക്ഡൗൺ അല്ല, എന്ത് ദുരന്തം വന്നോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, നീ കട നിന്റെ പേരിലാണോ, നീ വാടക തന്നേ പറ്റൂ. ഇത് നിർബന്ധമാണെന്ന് വെച്ചാൽ നിർബന്ധമല്ല. ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് ജവാഹി ഒഴിഞ്ഞു കൊടുക്കൽ നിർബന്ധമില്ല, പക്ഷെ സുന്നത്താണ്. അതാണ് മര്യാദ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മനുഷ്യത്വത്തിന് നമ്മൾ പരിഗണിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ നോക്കിയാൽ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലാണ് അതൊക്കെ എടുക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യത്വത്തിന് എല്ലായിടത്തും പരിഗണിച്ചിട്ടുണ്ട്. കാരണം ഇത് എപ്പോഴും സംഭവിക്കാലോ, തിരിച്ചു മറിച്ച് സംഭവിക്കാലോ. ഇതൊക്കെ പ്രശ്നം എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഇവിടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എൻ്റെ സമ്പത്ത്, ഞാൻ നേടിയെടുത്തത്, എനിക്കുള്ളത്. ഈ ധാരണയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ശരീഅത്ത് സമ്പത്തുമായി പറഞ്ഞ എല്ലാ വിഷയങ്ങളും നമുക്ക് എളുപ്പമാവും. സദഖ കൊടുക്കൽ നമുക്ക് എളുപ്പമാവും, പലിശ വാങ്ങണ്ട എന്ന് പറയുന്നത് എളുപ്പമാവും, ഈ പറയപ്പെട്ട മസലകൾ എളുപ്പമാവും. ശരീഅത്ത് എന്താ പഠിപ്പിക്കുന്നത്? സമ്പത്ത് അള്ളാഹുവിൻ്റെത്, നിന്റേതല്ല, എൻ്റെതല്ല, എന്റെ കഴിവ് കൊണ്ട് കിട്ടുകയാണോ? അല്ല, അള്ളാഹു തആല ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ്. ചില ആളുകൾക്ക്, ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ കോടികൾ സമ്പാദിക്കുന്നു. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ വളരെ മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് മനുഷ്യന്റെ ക്വാളിഫിക്കേഷനുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല. അള്ളാഹു ആണ് നിനക്ക് സമ്പത്ത് നൽകിയത്, ഞാനാണ് എനിക്ക് സമ്പത്ത് നൽകിയത്. അള്ളാഹു ഇതെന്റേതാണ്, തൽക്കാലം ഇത് ഡീല് ചെയ്യാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രം. ഈ വിശ്വാസം എനിക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സമ്പത്തിൽ നഷ്ടം വന്നിട്ടുണ്ട്, ഇത് അള്ളാഹു നൽകിയതാണ്, ഞാൻ ക്ഷമിക്കുന്നു, ഇതിന്റെ ഇരട്ടി തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ മറ്റൊരു മര്യാദ എന്ന് പറയുന്നത് വദഉൽ ജവാഇഹി, കാലവിപത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടിൽ അതിന് പണം ഈടാക്കാതെ അവന് മാപ്പ് ചെയ്തു കൊടുക്കലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു മര്യാദ, പൊതുവായ മര്യാദ എന്ന് പറയുന്നത് മറ്റു ജീവിത ഇടപാടുകൾ പോലെ തന്നെ കച്ചവടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസ്സമാഹ, ഒരു കുറച്ച് മയവും മാന്യതയും നമ്മൾ കാണിക്കണം. അതിന് നമ്മൾ കാണിക്കും, പൊതുവെ കാണിക്കും. കാരണം ഇത് പണം കിട്ടേണ്ടതാണല്ലോ. തൻ്റെ കടയിലേക്ക് ആൾ സാധനം വാങ്ങാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാന്യത കാണിക്കും. മാന്യത കാണിച്ചാൽ പിന്നെ അടുത്ത വട്ടം അയാൾ സാധനം വാങ്ങാൻ വേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരു വ്യക്തിയോട് കരുണ കാണിക്കട്ടെ. സംഹൻ, എങ്ങനെയുള്ള വ്യക്തിയാണ് ആ മനുഷ്യന്റെ ഗുണം? അയാൾ വലിയ മാന്യതയുള്ളവനാണ്, വിടുതൽ ചെയ്യുന്നവനാണ്. ഇദാ ബാഅ വസ്തറ, വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ മര്യാദ കാണിക്കുന്നവൻ, മാന്യത കാണിക്കുന്നവനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. ഇന്ന് അൽഹംദുലില്ലാഹ് അതിലൊക്കെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഇടപാട് സ്ഥാപനങ്ങളിലൊക്കെ, നിങ്ങൾ ചില ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ, 3 സ്റ്റാറിലും 5 സ്റ്റാറിലും അറിയപ്പെട്ട സ്ഥാപനങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ നാട്ടിലെ നാടൻ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ വളരെ അറിയപ്പെട്ട സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവർ നമ്മളെ ബന്ധുക്കളല്ല, അവർ നമ്മളുടെ ആരുമല്ല, പക്ഷെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ആ ഒരു സഹകരണവും സമീപനവും കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് കൺസ്യൂമർ സൈക്കോളജിയും ഈ പറയപ്പെട്ടതുപോലെ ആ ബിസിനസ് സൈക്കോളജി ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. കസ്റ്റമറെ, തൻ്റെ അടുക്കിലേക്ക് ഇടപാടിന് വരുന്ന ഒരാളെ ഇടപാട് നടത്തലല്ല വിജയം. നമ്മുടെ ധാരണ എന്താ പറയുക, എൻ്റെ അടുക്കൽ ഒരാൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ ഉദാഹരണം ഈ വാച്ച് എൻ്റെ നിന്ന് വിറ്റിട്ട് ഇവന്റെ പണം വസൂലാക്കലാണ് ഒരു വിൽപ്പനക്കാരൻ എന്ന നിലക്ക് എൻ്റെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ആ വിജയം ഷോർട്ട് ടേം ആണ്. ഇതെനിക്ക് എന്തൊക്കെ പറഞ്ഞ് വിൽക്കാം, കളവ് പറഞ്ഞിട്ട് വിൽക്കാം, അപ്പോഴും അവൻ വാങ്ങിയിട്ട് പോകും. പിന്നെ അവനെ വിളിച്ച ഫോൺ എടുക്കാതിരുന്നാൽ മതി, മെസ്സേജസിന് റിപ്ലൈ ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ ഒരു കച്ചവടക്കാരന്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ കച്ചവടം നടക്കലല്ല. എൻ്റെ അടുക്കൽ ഒരാൾ ബിസിനസ്സിന് വന്നാൽ, കച്ചവടത്തിന് വന്നാൽ, സമ്പാദ്യത്തിന് വന്നാൽ അവനെ എൻ്റെ ലൈഫ് ടൈം കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ല ബിസിനസ്മാൻ. നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നിങ്ങളൊരു ദുർവ്യാഖ്യാനത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കരുത്. അവനെപ്പോഴും നമ്മൾ ആശ്രിതനാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടപാട് കൊണ്ട് ചിലപ്പോൾ ഒരു കച്ചവടം നടക്കൂല, ആ കച്ചവടം നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവന് പിന്നീട് ആലോചന വരുമ്പോൾ, ഇന്നൊരാളുണ്ട്, അന്ന് അയാളടുത്ത് കച്ചവടം നടന്നിട്ടില്ലെങ്കിലും അയാളുടെ ഡീലിങ്സ് ക്ലിയർ ആയിരുന്നു, അയാളുടെ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുണ്ട് എന്ന് കണ്ടാൽ അയാൾ വീണ്ടും നമ്മളിലേക്ക് വരും. അപ്പൊ കച്ചവടം നടത്തിയിട്ട് ലാഭം നേടിയെടുക്കലല്ല, അത് ഷോർട്ട് ടേം ആണ്, ആ സമയത്ത് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം
അയാളെ വിജയം എന്ന് പറയുന്നത് അയാളെ നമ്മുടെ അടുക്കൽ സ്ഥിരമായി നിർത്തലാണ്. ഇനി കമ്പനികൾ നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, കമ്പനിക്കാരൻ നടത്തുന്ന പൊതുവിലെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഒരു കമ്പനിയിൽ തൊഴിലാളി കാലാകാലം നിന്ന് കഴിഞ്ഞാൽ ഇത്ര 3 വർഷം 4 വർഷമൊക്കെ കഴിയുമ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ശമ്പളത്തിൽ വർധനവ് കൊടുക്കണം. പൊതുവിൽ ഇത് മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആളുകൾ എടുക്കും. അപ്പോൾ അവർക്ക് ബേസിക് സാലറി കൊടുത്താൽ മതി. ബേസിക് സാലറി കൊടുത്തിട്ട് 1-2 വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവർ പോവും, അടുത്ത ബാച്ച് വരും, അവർ പോവും. അപ്പോൾ കമ്പനി ക്ലിയർ ആവും. വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നല്ലതാണ്, ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ 2 വർഷം നിന്നിട്ട് ഒരാൾ പോയി, നമ്മൾ ഈ ശമ്പള വർധനവ് ആലോചിച്ചിട്ടാണ് അയാളുമായി നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് പോകാത്തതെങ്കിൽ പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ അലിഫ് മുതൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ കമ്പനിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അയാൾ അതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് അയാൾ പോയി, അടുത്ത ആൾ വന്നു, അയാൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് അയാൾ പോയി. ഞാൻ പറയുന്നു, ഈ സംഹൻ എന്ന് പറയുന്നതിന്റെ തലത്തിൽ ഇതൊക്കെ വരും. ഒരാൾ നമ്മുടെ കമ്പനിയിലേക്ക് വന്നാൽ അയാളെ നമ്മുടെ കമ്പനിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. ഒരു സ്ഥാപനം അത് ഏത് നിലക്കുള്ളതാകട്ടെ, മതപരമാകട്ടെ, ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, അവിടുത്തെ സ്റ്റാഫുകളുടെ ലൈഫ് നിങ്ങൾ നോക്കുക. അവിടെ എത്ര വർഷമായി അവർ ജോലി ചെയ്യുന്നു നോക്കാം. ചില സ്ഥാപനങ്ങൾ നമുക്ക് കാണാം ആൾക്കാർ കൂടുതൽ നിൽക്കൂല. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം പുതുമുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അവിടെ കൂടുതൽ വർഷം സർവീസ് ചെയ്ത ആളുകൾ വളരെ കുറവായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതിനെ നടത്തിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ തൻ്റെ കീഴിലുള്ള ആളെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും പോകൂല ഈ കീഴിലുള്ള ആളുകൾ. ചില സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കിക്കോ, അവിടെ വർക്ക് ചെയ്ത ആളുകൾ 10 വർഷം 12 വർഷം 15 വർഷം 20 വർഷം. എന്തുകൊണ്ട് അവർ പോകുന്നില്ല? അവരെ ആ നിലക്ക് മാനേജ്മെന്റ് പരിഗണിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിജയം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട പോലെ ഒരു 2 വർഷം നിന്നിട്ട് അയാളെ മാക്സിമം ഊറ്റുക ഉള്ളതല്ല. ചിലപ്പോൾ ആദ്യത്തെ ഒരു 6 മാസം അയാളുടെ ടൈം ഷെഡ്യൂളിലൊക്കെ കുറച്ച് നമുക്ക് ഇളവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കീഴിൽ ഒരാൾ വന്നാൽ, നമ്മുടെ ഇടപാട് ഒരാൾ നടത്താൻ വന്നാൽ എങ്ങനെ ഇയാളെ ഞാനുമായി കാലാകാലത്തെ ലോങ് ടേം ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ വിജയം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതാണ് റഹിമല്ലാഹു റജുലൻ സംഹൻ. നിങ്ങൾ ആലോചിക്കും, നമ്മുടെ നാട്ടിൽ എത്ര കച്ചവട സ്ഥാപനങ്ങളുണ്ട്, എത്ര സ്റ്റേഷനറി ഷോപ്പുണ്ട്, അതൊക്കെ പോട്ടെ, എത്ര ബാർബർ ഷോപ്പുണ്ട്. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തേ പോകാറുള്ളൂ. ഓരോ മാസവും ഓരോ ബാർബർ ഷോപ്പിൽ നമ്മൾ പോകാറില്ല. ഡ്രസ്സ് എടുക്കാൻ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഓരോ ഷോപ്പിലേക്ക് പോകാറില്ല. നമുക്ക് ചെരുപ്പ് വാങ്ങാൻ എല്ലാ സ്ഥലത്തും നമ്മൾ പോകാറില്ല. വണ്ടി സർവീസ് ചെയ്യാൻ പോലും നമ്മൾ എന്താ അവിടെ അട്രാക്ട് ചെയ്ത കാര്യം? എല്ലായിടത്തും സർവീസ് ചാർജൊക്കെ ഒന്ന് തന്നെയല്ലേ. ചെറിയ വേറെ ബാർബർ ഷോപ്പ് 100 രൂപയാണ് മുടി വെട്ടാൻ. പക്ഷെ ചില സ്ഥലത്ത് അവരുടെ പെരുമാറ്റം, ഒരു മാന്യത, വരുന്ന ആളുകളോടുള്ള ബഹുമാനം, അതൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വീണ്ടും അട്രാക്ട് ചെയ്യപ്പെടും. ഇത് മാനുഷികമാണ്. പക്ഷെ അതിന് മുമ്പിൽ ഈമാനിന്റെ കണ്ണോടുകൂടി കണ്ടു ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇബാദത്തിന്റെ കൂലി കൂടി കിട്ടും എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാപ്പ് കൊടുക്കാനൊക്കെ പറ്റണം. അത് കച്ചവടക്കാരെ ചില ടെക്നിക്കുകളാണ് നമ്മൾ പറയും. ഇപ്പോൾ 2 രൂപ കുറവുണ്ടെങ്കിൽ പൊട്ട് സാറില്ല, അത് നീ വെച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം 2 രൂപ വലിയ വിഷയമെന്ന്. പക്ഷെ അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കാര്യം. 2 രൂപ ഒഴിവാക്കി തന്നല്ലോ. ചില ബസ് കണ്ടക്ടർമാരുണ്ട്, 13 രൂപ ടിക്കറ്റ് ആണെങ്കിൽ 12 രൂപയുള്ളതെന്ന് പോട്ട് സാറില്ല, 1 രൂപ നിങ്ങൾ വെച്ചോളി എന്ന് പറയും, പൊട്ട് സാരില്ല എന്ന് പറയും. അതാണ് ഇടപാടിൽ മയം കാണിക്കണം. എന്താ അതിന്റെ സൈക്കോളജി, അതിന്റെ ലോജിക്ക് എന്താ? ആ ഡീല് സക്സസ് ആക്കലല്ല നമ്മുടെ ലക്ഷ്യം. ഇവനെ നമ്മൾ ഹൂക്ക് ചെയ്ത് പിടിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് ഒരാൾ കടം കൊടുക്കാനുണ്ടായിരുന്നു, കടം കിട്ടാനുണ്ടായിരുന്നു. ഇദ്ദേഹം ഇടക്കിടക്കേ പോകും ഇയാൾ അന്വേഷിച്ചിട്ട്. പണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ ഫോണൊന്നും ഇല്ലല്ലോ, നേരിട്ട് പോകാനില്ലാതെ വേറെ ലക്ഷ്യമില്ല. ഇദ്ദേഹത്തിനെ കണ്ടാൽ മറ്റാൾ ഒളിച്ചേക്കും, എവിടെയെങ്കിലും പോയി ഒളിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒളിച്ചിട്ട് മക്കളോട് ഈ പറഞ്ഞതുപോലെ പറയാനൊക്കെ പറയും, വാപ്പില്ല എന്നൊക്കെ പറയാൻ പറയും. ഒരുപാട് നാളം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ മുമ്പിൽ പൊട്ടു. അദ്ദേഹം എന്താണ് തരാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നില്ല മോശർ, വേറൊന്നല്ല, ഞാൻ വലിയ ഞെരുക്കത്തിലാണ് ഉള്ളത്, ഞാൻ വലിയ ഞെരുക്കത്തിലാണ്. കടം കൊടുത്തവൻ നിന്ദ്യനാകുന്ന കാലമാണിത്. കടം കൊടുത്തവൻ പിന്നെ നമ്മളെ ഭാഷ പറഞ്ഞ തെണ്ടിയായി. പിന്നെ ചോദിച്ച് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം ചോദിച്ചാൽ എന്താണ് നിങ്ങൾ തരാത്തത്? പറഞ്ഞു, ഞാൻ മുഅസ്സിറാണ്, സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണുള്ളത്. അദ്ദേഹം ചോദിച്ചു, സത്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഖത്താദ റളിയല്ലാഹു അൻഹു, ഇദ്ദേഹത്തിനാണ് കിട്ടേണ്ടത്. അദ്ദേഹം പറഞ്ഞു, സത്യമാണ്, ഞാൻ മുഅസ്സിറാണ്. ഇത് കേട്ടപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ നഫസ അൻ ഗരീമിഹി ഔ മഹാ അൻഹു. എനിക്ക് കടം തരാനുള്ള ഒരാൾ, അയാൾ പാപ്പരായി,
പാപ്പരായി എന്ന് പറഞ്ഞാൽ തരാനുള്ള ഒരു ഉപാധിയും ഇല്ലാത്ത അവസ്ഥ. അള്ളാഹു നമ്മളൊക്കെ അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം എനിക്കൊന്നും തരാനില്ല, അവന് ഓൻ്റെ കുടല് കീറിട്ട് കിഡ്നിയും നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റൂലല്ലോ. എന്തു ചെയ്യും ഇങ്ങനെ ഒരു സന്ദർഭം വന്നാൽ? നബി തങ്ങൾ പറഞ്ഞു ആ സന്ദർഭത്തിൽ 2 ഓപ്ഷൻ. ഒന്നിക്കിൽ പൂർണ്ണമായ കടം വിട്ടുകൊടുക്കുക. അത് ഒരാളെ വ്യക്തി സാഹചര്യം സന്ദർഭം പോലൊക്കെ ഇരിക്കും, പൈസന്റെ എമൗണ്ട് ഒക്കെ പോലെ ഇരിക്കും. ഒന്നിക്കിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഒരു അല്പം, ഒരു 50% ഒഴിവാക്കി കൊടുത്താൽ ഈ മനുഷ്യൻ നാളെ അർശിന്റെ തണലിലായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് ഇതെന്റെ ആഖിറത്തിലേക്ക് എത്താനുള്ള വഴിയാണ് എന്നാണ്. അവിടെയാണ് നമ്മൾ അടുത്ത മര്യാദ വരുന്നത്. ഇൻദാറുൽ മുഅ്സിർ. മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും പണം ഒരുപോലെ നിൽക്കൂല. ചിലപ്പം കൂടും, ചിലപ്പം കുറയും, ചിലപ്പോൾ പെട്ടെന്ന് കൂടും, ചിലപ്പോൾ പെട്ടെന്നൊക്കെ സംഭവിക്കാം. കടം നമ്മൾ കൊടുത്തു, കടം കൊടുക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, കടം വാങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കടത്തിന്റെ വിഷയം പറയുമ്പോൾ വളരെ വിശാലമായി നമുക്ക് പറയാം. ഇപ്പൊ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വരട്ടെ. കടം നമ്മൾ ഒരാൾക്ക് കൊടുത്തു, അള്ളാഹു എല്ലാവർക്കും കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. യാദൃശ്ചികമായി ഈ മനുഷ്യൻ ഞെരുക്കത്തിലായി. നമ്മുടെ ഡേറ്റ് പറഞ്ഞു, ജൂൺ മാസം 1-ാം തീയതി നിന്റെ ഈ പണം തിരിച്ചു തരാം. നമ്മുടെ എഗ്രിമെന്റായി, ഡീലായി, കാര്യങ്ങളൊക്കെ ആയി. ജൂൺ 1-ാം തീയതി നോക്കുമ്പോഴത്തേക്കും സാമ്പത്തികമായി ഞെരുക്കായി. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗുണ്ടകളെ അയച്ചിട്ട് അവന്റെ കാറ് പിടിച്ചെടുക്കലും, അല്ലെങ്കിൽ ഇവനെ കെട്ടിയിട്ടിട്ട് ഓനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കുടുംബക്കാരെ വിളിച്ചിട്ട് പണം വാങ്ങലാണോ ഇസ്ലാം പഠിപ്പിച്ച നിയമം? ഒരിക്കലുമല്ല. ആദ്യം ഇവൻ ഞെരുക്കമുള്ളവനാണോ എന്ന് ഉറപ്പിക്കണം. അങ്ങനെ ഉണ്ടാവും ചിലാക്കി പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ആടാടല്ലോ കുറെ സ്ഥലങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ആക്കല്ല ഈ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് 2 ലക്ഷം രൂപ 2 കോടി രൂപ എനിക്ക് തരാനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ അവിടെ വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവനോട് പറയാം ആ സ്ഥലം എന്റെ പേരിലേക്ക് എഴുതിത്താം, അത് മാന്യമായ നിലക്ക് നമുക്ക് അവകാശപ്പെടാം. അല്ലാത്ത പക്ഷം അവന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ കടം വാങ്ങിയിട്ട് പാപ്പരായാൽ, ഇന്നടക്കുന്ന സാധനങ്ങൾ വാങ്ങി, സ്റ്റോക്ക് വാങ്ങി, പണം തന്നിട്ടില്ല, തരാമെന്ന് പറഞ്ഞ ഡേറ്റ് എത്തി, ആള് പറഞ്ഞ പോലെ സാമ്പത്തിക ഞെരുക്കത്തിലായാൽ ഫനദിറത്തുൻ ഇലാ മൈസറ, നീ അവന് സാമ്പത്തിക വിശാലത ഉണ്ടാകുന്നത് വരെ ഡേറ്റ് നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സുന്നത്ത് സാധനം വാങ്ങിയിട്ട് കാലവിപത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് സുന്നത്തേ ഉള്ളൂ ഷാഫി മതം അനുസരിച്ച്. ചില മതബുകളുടെ നിർബന്ധമാണ്, ഷാഫി മതം വേണ്ട, അത് മാത്രം പറയുന്നു. എന്നാൽ ഇവിടെ ഇൻദാറുൽ മുഅ്സിർ, ഒരു മനുഷ്യന് സാമ്പത്തിക ഞെരുക്കം വന്നു കഴിഞ്ഞാൽ അവിടെ നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബിദ് ദുനിയ, ഒരു മുഅ്മിന്റെ പ്രയാസം ഭൗതിക ലോകത്തിന് നമ്മൾ നീക്കിക്കൊടുത്താൽ അള്ളാഹു ആഖിറത്തിലെ പ്രയാസം നമുക്ക് നീക്കിത്തരും. അത് ഓർമ്മിച്ചാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം വിട്ടുകൊടുക്കണം. ഇത് കടം വാങ്ങുന്നവർക്കുള്ള ആളുകൾക്കുള്ള ന്യായീകരണമല്ല. ഇനി കടം വാങ്ങിയ ആളൊക്കെ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യരുത്. കടം വാങ്ങിയ ആളുകൾ കടം നന്നാക്കി മെസ്സേജ് അയക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാപ്പ് കൊടുക്കണം, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്കുള്ളതല്ല. ഇത് കടം വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം എന്താ നിയമം? ഒന്നുമില്ല. കാറാണ്, ആ കാറ് വിറ്റിട്ട് പണം കൊടുക്കണം. 25,000 രൂപയാണ് നിനക്ക് കടം വീട്ടാനുള്ളത്. നിന്റെ കയ്യിലുള്ളത് 1 ലക്ഷം രൂപന്റെ മൊബൈലാണെങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ആ 1 ലക്ഷം രൂപന്റെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. നിനക്ക് വേറെ പണം കിട്ടാനുള്ള ഉപാധി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് മുഖേന എനിക്ക് വീട്ടാം. ഇതേ ഉള്ളെങ്കിൽ ആ ഫോൺ നീ വിൽക്ക്, എന്നിട്ട് ഇവന്റെ കടം നീ വീട്ട്, എന്നിട്ട് ബാക്കി വരുന്ന തുക കൊണ്ട് എനിക്ക് എത്രയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുക അത് ഉപയോഗിക്കും. അപ്പൊ കടം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത് കടം നൽകിയവനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിൻ പ്രയാസത്തിലായി കഴിഞ്ഞാൽ അവന് നീ ഒന്നിക്കിൽ പൂർണ്ണമായി വിടുതൽ നൽകുക. അതൊരു മനുഷ്യന്റെ മനസ്സിന്റെ വിശാലത പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ കുറച്ചെങ്കിലും വിടുതൽ കൊടുത്താൽ ഇൻഷാ അല്ലാഹു തആല ആഖിറത്തിൽ അവന്റെ വലിയ പ്രയാസം നീക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒന്ന് വാങ്ങുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് കടം വാങ്ങുക. 1 കോടി രൂപ കടം വാങ്ങി, എപ്പം തരും? 6 മാസം കൊണ്ട് തരും. അപ്പം എന്താ നിന്റെ ജോലി? എത്ര നിന്റെ മാസത്തിലെ വരുമാനം? ഈ വരുമാനം വെച്ചിട്ട് എങ്ങനെ 6 മാസം കൊണ്ട് എനിക്ക് 1 കോടി രൂപ തിരിച്ചടക്കാൻ വേണ്ടി പറ്റും? അത് നോക്കുക. ആദ്യം കടം വാങ്ങുന്ന ആള് എനിക്കത് പറ്റുമോ എന്നുള്ളത് നോക്കുക, പറ്റുന്നത് മാത്രം ചെയ്യുക. അങ്ങനത്തുള്ള അതാണ്. ഒന്നിക്കിൽ നമ്മുടെ സ്വപ്നം ചെറുതാക്കണം, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് വലുതാക്കണം. ഒന്നിക്കിൽ നമ്മുടെ സ്വപ്നം ചെറുതാക്കണം. വാഹനം ആവശ്യമാണ്, അത് ഇത്ര ലക്ഷത്തിന്റെ ഹൈബ്രിഡ് തന്നെ വേണം. അത് ഒരു അതിരി കടന്ന ചിന്തയായി പോയില്ലേ? 4 ലക്ഷത്തിന്റെയും 5 ലക്ഷത്തിന്റെയും കാറിൽ പോയാൽ എനിക്ക് ലക്ഷത്തിലെത്താലോ, അത് പറ്റൂല. 20 ലക്ഷത്തിന്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർത്തിയാണ്. സ്വപ്നം ചെറുതാക്ക്.
അല്ലെങ്കിൽ എനിക്ക് ഹൈബ്രിഡ് തന്നെ എടുക്കണം, 25 ലക്ഷത്തിന്റെയും 20 ലക്ഷത്തിന്റെയും, അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ 4 കോടിന്റെയും 3 കോടിന്റെയൊക്കെ വീട് തന്നെ എടുക്കണം എന്നതിനാകെ നീ പോക്കറ്റ് വലുതാക്ക്. പോക്കറ്റ് എങ്ങനെ വലുതാക്കും? പണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പിന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ വഴികളിൽ കൂടിയല്ലേ സഞ്ചരിക്കേണ്ടി വരിക. അപ്പൊ കടം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റുമോ, ഇത്ര പണം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ പറ്റുമോ, എൻ്റെ മാർജിൻ എത്രയാണ്, എൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കിയിട്ട് വേണം കടം വാങ്ങാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തുമായി ബന്ധപ്പെട്ട മര്യാദകൾ പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനത്തെ അങ്ങാടിയിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. കച്ചവടക്കാരായ സഹാബാക്കൾക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, യാ മാശറ തുജാർ, ഓ കച്ചവട സമൂഹമേ, ഇന്ന ശൈത്താന വൽ ഇസ്മ യഹ്ദുറാനിൽ ബൈഅ, കച്ചവടത്തിന്റെ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പിശാചിന്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്, തെറ്റുകുറ്റങ്ങൾ അധികരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതിന് പരിഹാരം എന്നോണം നിങ്ങൾ ചെയ്യേണ്ടത് ഫശൂബു ബൈഅക്കും ബിസ്സദഖ, നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ സ്വതക്കയുമായി കലർത്തുക. ഇപ്പൊ നമ്മൾ നിർബന്ധപൂർവ്വം GST കൊടുക്കുന്നുണ്ട്, നമുക്ക് വേറെ വഴിയില്ല, ടാക്സ് നമ്മൾ അടക്കുന്നുണ്ട്, നിർബന്ധപൂർവ്വം നമ്മൾ കൊടുക്കുന്നതാ. ഇതുപോലെ നമ്മുടെ സാമ്പത്തികം ആത്മീയതയിൽ ഊന്നാൻ വേണ്ടി നമ്മുടെ ഇടപാടുകളെ സ്വതക്കയുമായി നമ്മൾ സ്വതക്ക എന്ന് പറയുമ്പോൾ 1000, 10,000, ലക്ഷങ്ങളും നമ്മൾ അങ്ങനെ മനസ്സിൽ കാണണ്ട. വലിയ വീട് എടുത്തു കൊടുക്കുക, യത്തീംഖാന കൊടുക്കുക, അതൊന്നും നമ്മൾ കാണണ്ട. ഒരു ദിവസം നിങ്ങൾക്ക് 10,000 രൂപ കിട്ടി, അല്ലെങ്കിൽ ഒരു 5,000 രൂപ കിട്ടി, നിങ്ങൾ ഒരു 100 രൂപ കൊടുക്കിൻ. ഒരു 100 രൂപ കൊടുക്കിൻ. ഒരു വാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു 800 രൂപ കിട്ടി. 800 രൂപ കിട്ടി, ഒരു 100 രൂപ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു 50 രൂപ കൊടുക്കി. അങ്ങനെ നമ്മുടെ ദിനേനയുള്ള ഇടപാടിൽ സ്വതക്കയെ നമ്മൾ കലർത്തണം. ഇനി ദിവസം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയിലല്ലേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കൊടുക്കിൻ. ആ സ്വതക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപാടുകളെ മാറ്റുമ്പോൾ ഒന്ന് നമ്മുടെ ഇടപാടുകൾക്ക് സത്യത്തിൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ, നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ വരാം. ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് സ്വതക്ക. കാരണം സ്വതക്കന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? സ്വതക്ക അപകടങ്ങളെ തടയും. നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് അടക്കുന്നത്? അപകടം സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിന്റെ പോളിസൊക്കെ പ്രിവെന്റീവ് മെഷറാണ്. ബാക്കി ഭൗതിക ഇടപാടൊക്കെ കറക്ഷണൽ മെഷറാണ്. കറക്ഷണൽ മെഷർ എന്ന് പറഞ്ഞാൽ സംഭവിച്ച് കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതാണ് ഈ ഭൗതിക നിയമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി. സംഭവിച്ചാൽ എങ്ങനെ? പക്ഷെ ഇസ്ലാമിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് മെഷറാണ്. സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അള്ളാഹു നമുക്ക് എന്തൊരു കരുണയാണ് നമ്മോട് കാണിച്ചു തന്നിരിക്കുന്നത്. നബി നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വതക്ക കൊടുക്കിൻ, നിങ്ങളുടെ ഇടപാടുകളിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻഷുറൻസ് പോളിസി പോലെയാണ് സ്വതക്ക. അപകടങ്ങൾ സംഭവിക്കുകയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങളുണ്ട്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ വരുന്ന ആഴ്ചകളിൽ പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സാമ്പത്തികത്തിന്റെ വിഷയം നമ്മൾ വലിയ ഫിക്ർ ചെയ്യണം. നമ്മുടെ ഇടപാടുകൾ എത്രമാത്രം ഹറാം ഹലാലുകൾ കലർന്നിട്ടുണ്ട് നമ്മൾ നോക്കണം. അതിന്റെ വിഷയത്തിൽ പറ്റിയ അബദ്ധങ്ങളിൽ തൗബ ചെയ്യുകയും ഇനിയുള്ളവരിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണം. അള്ളാഹു തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.